സി ജോസഫ് ആന്റണി, ഒരുപക്ഷെ ഒമാനിൽ അവിടെ ചർച്ച നടക്കുകയാണ് ആണവ വിഷയവുമായി ബന്ധപ്പെട്ട്. ആ ചർച്ചയ്ക്കിടെയാണ് ഇത്തരത്തിൽ അമേരിക്കയാണ് ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചർച്ച നടക്കുന്നു. ഇന്ന് തന്നെ ഏറ്റവും ഒടുവിലായി വാർത്ത വരുമ്പോൾ ഇന്ത്യയിലെ ഇസ്രായേൽ വക്താവ് പറഞ്ഞത് ഓപ്പറേഷൻ റൈസിംഗ് സണ്ണിനെ കുറിച്ച് ഞങ്ങൾക്കറിയാമായിരുന്നു, പക്ഷേ ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിലായി ട്രംപ് പറയുന്നു അത് ആണവ കരാറിലേക്ക് ഒപ്പിടുന്നതിലേക്ക് വന്നില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരും. അതായത് മുൻവിധികളുണ്ട്, കൃത്യമായ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. നേരത്തെ തന്നെ സൂചനകളുണ്ട്, വളരെ കൃത്യമായ പ്ലാൻ അമേരിക്കക്കറിയാം, ഇസ്രായേലിനും അറിയാം. അവർ കരുതിക്കൂട്ടി നടത്തിയ ആക്രമണം നമുക്കറിയാം. നേരത്തെ ഫക്രസാദിൻ്റെ അടക്കമുള്ള കൊലപാതകങ്ങൾ, ആ ഇറാൻ്റെ ആണവ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരെ അടക്കം കൊന്നുകൊണ്ട് ഏറ്റവും ഒടുവിലായി നഥാൻസ് എന്ന് പറയുന്ന ഇറാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ആണവ സമ്പുഷ്ടീകരണ മേഖലയാണ്, സ്ഥലമാണ്. അതുകൂടി തകർത്തതോടുകൂടി ഇറാനെ കൃത്യമായ ഒരു സമ്മർദ്ദത്തിലാക്കുക എന്ന തരത്തിലേക്ക് വരികയും ചെയ്തു. എവിടെയാണ് ഈ ചർച്ചകളുടെ ഒരു സംഗതി എന്ന് പറയുന്നത്? എന്തിനാണ് ചർച്ചകൾ? അമേരിക്ക എന്തിന് ചർച്ച നടത്തുന്നു? ഇങ്ങനെ കടന്നാക്രമണം നടത്തുകയാണെങ്കിൽ എന്തിനാണ് ചർച്ചകൾ? ഞാൻ അതിൻ്റെ ഒരു ഇച്ചിരി ചരിത്രം കൂടെ പറയാം. വാസ്തവത്തിൽ ഈ കളി കളിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും കൂടിച്ചേർന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് നമ്മളൊരു കുറച്ച് പുറകിലോട്ട് പോയാൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. 1960 അമേരിക്ക മനസ്സിലാക്കുന്നത് ഇസ്രായേൽ രഹസ്യമായി ആണവ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നു എന്ന്. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇസ്രായേൽ ആണവ സാങ്കേതികവിദ്യ വികസിപ്പിച്ചുകൊണ്ടിരുന്നത്. 1960 കണ്ടെത്തുമ്പോൾ ഐസനോവർ ആയിരുന്നു പ്രസിഡൻറ്റ്. ഐസനോവർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ ആണവ സാങ്കേതികവിദ്യ എന്താണ്, ആയുധം ബോംബുണ്ടാക്കാനാണോ ശ്രമിക്കുന്നത് വെച്ചപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് ബെൻഗൂറിയൻ പറഞ്ഞു, ഇപ്പോൾ ഇറാൻ പറയുന്ന മറുപടി അന്ന് ബെൻഗൂറിയൻ ഐസനോവറിനോട് പറഞ്ഞു, ഞങ്ങൾ സമാധാനപരമായ കാര്യത്തിനാണ് ഇത് വെക്കുന്നതെന്ന് പറഞ്ഞു. അമേരിക്കയ്ക്ക് അറിയാം ഇത് സമാധാനപരമായ കാര്യത്തിനല്ല എന്ന് നല്ലപോലെ അറിയാമായിരുന്നു. പക്ഷേ എങ്കിലും അങ്ങനൊരു മറുപടിയാണ് അന്ന് പറഞ്ഞത്. നമ്മൾ നോക്കൂ, 1967 ആയപ്പോൾ ആണവ ബോംബ് ഉണ്ടാക്കാനുള്ള എല്ലാ പരീക്ഷണങ്ങളിലും അവർ വിജയിച്ചു കഴിഞ്ഞു. ആണവ ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ 1967 വീണ്ടും അമേരിക്ക മനസ്സിലാക്കുന്നു ഇസ്രായേൽ ആണവ ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന്. ആണവ ബോംബ് ഇസ്രായേലിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അമേരിക്കയുടെ കാപട്ടി, ഞാൻ പറയാൻ പോകണം, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കാപട്ടി മിക്കത്തരം കാര്യങ്ങളിലുള്ള ഈ അറിവ് വെച്ചുകൊണ്ടാണ് ഈ നമ്മുടെ അംബാസഡർ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിക്കുള്ള പരിപാടികൾ 1968 തുടങ്ങുന്നത്. 1968 ഈ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയുടെ പരിപാടികൾ തുടങ്ങുമ്പോൾ അമേരിക്കയ്ക്കറിയാം ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവ ബോംബ് ഉണ്ട് എന്നുള്ളത്. എന്നാൽ ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവ ബോംബുണ്ട് എന്ന് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവ ബോംബ് ഉണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒപ്പിടുമായിരുന്നില്ല എന്നത് ഉറപ്പ് സംശയമില്ലാത്ത കാര്യമില്ല. അപ്പോൾ അതായത് ഈ കാപട്യങ്ങൾ, എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇസ്രായേലിനെ സഹായിക്കുക എന്നുള്ള നയം ഈ അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ചതിൻ്റെ കൂടി ഫലമായിട്ടാണ് NPTയിൽ ഒപ്പിടാതെ തന്നെ ആണവ രാഷ്ട്രമായി ഇസ്രായേൽ മാറി. ഇനി നമ്മൾ കുറച്ചുകൂടെ മുമ്പിലോട്ടൊന്ന് നോക്കൂ. ഇപ്പോഴത്തെ സംഘർഷത്തിൻ്റെ യഥാർത്ഥ കാരണക്കാരനാരാ? ഇപ്പോഴത്തെ സംഘർഷത്തിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ വാസ്തവത്തിൽ ട്രംപാണ്. 2015 ഇറാൻ ആണവ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒബാമയുടെ നേതൃത്വത്തിൽ, അന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ഒബാമയുടെ നേതൃത്വത്തിൽ ഇറാനുമായി ചർച്ച നടന്നു. ഇറാനും ഈ പഞ്ചമഹാശക്തികൾ എന്ന് പറയുന്ന ബാക്കിയുള്ള രാജ്യങ്ങൾ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി കൂടെ ചേർന്നു. എല്ലാം കൂടി ചേർന്നിട്ട് ഒരു കരാറുണ്ടാക്കി. JCPOA എന്ന് പറയുന്ന കരാർ 2015 ഉണ്ടാക്കി. ആ 2015 കരാർ പ്രകാരം അവർ പറഞ്ഞു, ഞങ്ങൾ ആണവ ബോംബ് ഞങ്ങളുടെ പദ്ധതിയല്ല, സമാധാനപരമായിട്ടുള്ള ആണവ വികസനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ എഗ്രിമെൻറ്റിൽ വരികയും ഈ എൻറിച്ച്ഡ് യുറേനിയം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, റഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 2015 മുതൽ സമാധാനപരമായി ഈ കാര്യങ്ങളെല്ലാം പോവുകയും ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസികൾ വന്ന് പരിശോധന നടത്തുകയും അവരിത് എല്ലാ പരിശോധനകളിലും അവർ ഈ എഗ്രിമെൻ്റ് അനുസരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുമ്പോഴാണ് 2017 ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ നമുക്കറിയാം ട്രംപിൻ്റെ അന്നത്തെ നയങ്ങളെ പ്രത്യേകിച്ച് ഇസ്രായേലുമായി ബന്ധപ്പെട്ട നയങ്ങളെ സ്വാധീനിച്ചിരുന്നത് ട്രംപിൻ്റെ മരുമകൻ യഹൂദ വംശനായിട്ടുള്ള കുഷ്നറായിരുന്നു.
അപ്പോൾ കുഷ്ണറിൻ്റെ കൂടി നിർബന്ധത്തിൻ്റെ പരമായിട്ട് എന്ത് സംഭവിച്ചു? 2015 ഒബാമയും ഈ യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് ഒപ്പിട്ട് കഴിഞ്ഞ ഈ JCPOA എന്ന് പറയുന്ന ഇറാൻ ആണവ കരാറിൽ നിന്ന് 2018 ഇദ്ദേഹം പിന്മാറി. ആര് പിന്മാറി? ട്രംപ് പിന്മാറി. അങ്ങനെ ആണവ കരാറിൽ നിന്ന് പിന്മാറിയ ട്രംപാണ് ഇപ്പോൾ വീണ്ടും ഇറാൻ ആണവ കരാറിൽ ഒപ്പിടണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് 60 ഏപ്രിൽ മാസം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ 60 ദിവസം തരികയാണ്. ഈ 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചർച്ച ചെയ്ത് പിന്നെ പരിഹാരം കണ്ടില്ലെങ്കിൽ 61ാമത്തെ ദിവസം നിങ്ങൾ വിവരം അറിയും എന്ന്. ഈ 5 റൗണ്ട് ചർച്ചകൾ നടന്നു. ഈ 5 റൗണ്ട് ചർച്ചകളിൽ ഇറാൻ അമേരിക്കൻ ഭരണകൂടത്തോട് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആണവ ശക്തി ആ സമാധാന ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും ആ അവകാശമുണ്ട്. ആ അവകാശം ഞങ്ങൾക്കും തരണം. എന്നിട്ട് അവർ പറഞ്ഞു, അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രധാനമായി പറഞ്ഞൊരു കാര്യമുണ്ട്, നോ എൻറിച്ച്മെൻറ്റ് നോ ഡീൽ. എൻറിച്ച്മെൻറ്റ് നടത്താനുള്ള അവകാശം ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ കരാറില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. അങ്ങനെ 5 റൗണ്ട് കരാർ ഈ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഈ ഞായറാഴ്ച 15-ാം തീയതി വീണ്ടും ചർച്ചകൾ നടക്കാനിരിക്കവെയാണ് വാസ്തവത്തിൽ ഇറാനെതിരായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു, അത് പിന്നെ ഒരു സമവായത്തിലേക്കോ ഒരു എഗ്രിമെൻറ്റിലേക്കോ എത്താനുള്ള സാഹചര്യം നിൽക്കവെയാണ് ഈ ട്രംപ് നേരത്തെ പറഞ്ഞ 60 ദിവസം അവസാനിക്കുന്ന ഇന്നലെ അവർ പിന്നെ ആക്രമണം ആയിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്ത് കാര്യത്തിനാണ്? അതായത് ലോകത്തിൻ്റെ മുമ്പിൽ ആണവായുധങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാതെ ലോകത്തെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഈ ഇറാനെതിരെ നടപടിയെടുക്കാൻ എന്താ അവകാശം? അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട്. അങ്ങനെ ആണവായുധമുള്ള ഒരു രാജ്യം എന്തുകൊണ്ടാണ് ആണവ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നത്? കാരണം ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇറാനെ പോലെ രാജ്യങ്ങൾക്കല്ലേ അതിൻ്റെ ഒരു ഭയമുള്ളത്. ഇപ്പം നമ്മളുൾപ്പെടെ നമ്മൾ 1998 ആണവായുധം ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അമേരിക്കയ്ക്ക് ഒരു കത്തയച്ചപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ചൈന, ആണവായുധമുള്ള രാജ്യമായ ചൈന നമ്മുടെ അയൽപക്കത്തുണ്ട്, ഞങ്ങളുമായിട്ട് യുദ്ധങ്ങൾ നടന്നിട്ടുള്ള രാജ്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ ആണവായുധം വികസിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 1967 മുതൽ, അത് മനസ്സിലാക്കേണ്ട കാര്യം 1979 ദക്ഷിണാഫ്രിക്കയിൽ അന്നത്തെ വർണ്ണവെറിയൻ ഭരണകൂടത്തിൻ്റെ ഒത്താശയോട് കൂടിയിട്ടാണ് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് ആണവ പരീക്ഷണം നടത്തിയത്. എന്ന് പറഞ്ഞാൽ അന്ന് ഈ വർണ്ണവെറിയുടെ കാര്യത്തിൽ ഇസ്രായേലിനെയും പിന്നെ അന്നത്തെ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ്റിനെയും മാറ്റി നിർത്താൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ ഈ ആണവായുധം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന് എന്ത് അവകാശമാണുള്ളത് ആണവായുധ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്ന രാജ്യത്തെ ആക്രമിക്കാൻ? അങ്ങനെ ആക്രമിക്കുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അന്തർദേശീയ തലത്തിൽ ചെയ്യാം, ഞങ്ങൾക്കത് ഗാസയിലെ വംശഹത്യയാവട്ടെ, അന്തർദേശീയ നിയമങ്ങൾക്ക് പുല്ലുവില പോലും കൊടുക്കാതിരിക്കുന്ന അവസ്ഥയാവട്ടെ, എന്തുമായാലും ഞങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ആളുണ്ട്, അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കാര്യവും കാണിക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമല്ലേ? അതായത് ഇറാൻ്റെ പിന്നെ സൈനിക മേധാവികളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നു, ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നു. അങ്ങനെ നിരന്തരമായി, അതായത് ഒരു രാജ്യത്തിനുള്ളിലേക്ക് കടന്നു കയറി ആ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ വികസന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ആണവ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമത്തിന് എന്ത് ന്യായീകരണമാണുള്ളത്? സ്വന്തമായിട്ട് ആയുധം, അതും രഹസ്യമാക്കി വെച്ചിരിക്കുന്ന, പ്രഖ്യാപിക്കാതെ വെച്ചിരിക്കുന്ന ആണവായുധം ഉള്ള ഒരു രാജ്യം ആണവ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്ന ഇറാനെ പോലുള്ള രാജ്യത്തിനെ ആക്രമിക്കാൻ എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത്? താങ്കൾ പറഞ്ഞത് തന്നെയാണ്, ആ ധാർമ്മികതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്.